1550 സ്ക്വയർ ഫീറ്റിൽ ബാംഗ്ലൂർ സ്റ്റോണും താന്തൂർ സ്റ്റോണും മിക്സ് ചെയ്ത് വിരിച്ച ഒരു വീഡിയോ ആണ് കാണാൻ പോകുന്നത്. ഈ വീടിന്റെ മുറ്റത്ത് കല്ല് വിരിച്ച ആ വീടിന്റെ ഉടമസ്ഥനായ എൻ്റെ കൂട്ടുകാരനെ കൂടിയാണ്, ഫൈസൽ എന്ന് പറയും. അപ്പോൾ ആളുടെ ഒരു റെസ്പോണ്ട് കൂടി ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. വളരെ നന്നായ രീതിയിൽ തന്നെ വെച്ചിട്ടുണ്ട്, പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റോൺ വിരിച്ച 1550 സ്ക്വയർ ഫീറ്റിലുള്ള ആ ഒരു പ്രതലം ഇതായിരുന്നു. വീടിൻ്റെ മുറ്റം ഈ രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ആളൊരു കൃഷി സ്നേഹി ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പ്ലാന്റ്സുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അതൊക്കെ കവർ ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാംഗ്ലൂർ സ്റ്റോൺ ഒരു സൈഡിൽ ഒരു 70% ബാംഗ്ലൂർ സ്റ്റോണും പിന്നെ 30 mm താന്തൂർ സ്റ്റോണുമാണ്. അതായത് വണ്ടി കയറാത്ത ഭാഗങ്ങളിൽ ആദ്യം ഗ്രാസ് വെക്കാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഗ്രാസ് മാറ്റിയിട്ട് താന്തൂർ സ്റ്റോൺ 30 mm വെക്കുകയാണ് ചെയ്തത്. ബാംഗ്ലൂർ സ്റ്റോണിൽ ഗ്രെയിൻസ് കുറഞ്ഞത് കുറച്ചുകൂടി ബെറ്ററാണ്. കല്ലിനൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരും പ്രൈസിൽ. അപ്പോൾ ഗ്രൈൻസ് നമ്മൾ വെള്ളം നനച്ച് കഴിഞ്ഞാൽ ഗ്രൈൻസിനെയും കാണാൻ പറ്റും. ഇതുപോലെയുള്ള നാച്ചുറലായിട്ടുള്ള കല്ലുകൾ തന്നെ എടുക്കാൻ നോക്കുക. എസ് വൈറ്റ് എന്നാണ് പേര്. സ്റ്റോൺ വിരിച്ച വീടിൻ്റെ ഉടമസ്ഥൻ അത്യാവശ്യം കൃഷി സ്നേഹിയാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു തായ്ലൻഡിൻ്റെ ഓൾ സീസൺ മാംഗോ വെച്ചിട്ടുണ്ട്, അതുപോലെ N18 റബ്ബൂട്ടാൻ വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ഓൾ സീസൺ പ്ലാവ്, അതായത് വിയറ്റ്നാം സൂപ്പർ എർലി എന്ന് പറഞ്ഞ പ്ലാവും വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതാണ് നമ്മുടെ കല്ല് കേട്ടോ, ഹാഫ് കട്ട് കല്ല് 50 mm. അപ്പോൾ നമ്മുടെ വാട്ടർ ലെവലിങ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു പ്രോബ്ലംസ് ഉണ്ട് ഈ വീട്ടിൽ കേട്ടോ. നമ്മളെ വീടിൻ്റെ ഫൗണ്ടേഷൻ്റെക്കാൾ താണിട്ടാണ് മതിലിൻ്റെ ഫൗണ്ടേഷൻ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ട്, കട്ടിങ്സ് ഒക്കെ കൂടുന്നുണ്ട്, പിന്നെ സ്ലോപ്പ് ആക്കേണ്ട ഭാഗങ്ങളുണ്ട്. പിന്നെ പുള്ളിയുടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം പെരിന്തൽമണ്ണ ഉള്ള ഏരിയ തന്നെയാണ്, വീട് തന്നെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ കൂടുതൽ സ്ഥലങ്ങളൊന്നും ഉണ്ടാവില്ല ആളുകൾക്ക്. അപ്പോൾ അതിൻ്റെ ഭാഗം ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വാട്ടർ ലെവലിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു, കുറേ ഭാഗങ്ങൾ ചെയ്തും. ഇതാണ് വീടിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു ലാൻഡിൻ്റെ അവസ്ഥ. ഇനി നമ്മൾ 6 mm ചില്ലി വെതർ ചെയ്യും, എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ സ്റ്റോൺ വെക്കേണ്ടത്. അങ്ങനെ കല്ല് വിരിച്ച് തുടങ്ങി. ഫസ്റ്റ് തന്നെ ബാംഗ്ലൂർ സ്റ്റോൺ ആണ് വെച്ചത്. ബാംഗ്ലൂർ സ്റ്റോൺ വെച്ചിട്ട് അതിൻ്റെ ആ സൈഡിലായിരുന്നു, രണ്ടാമത്തെ സൈഡിലായിരുന്നു നമ്മൾ താന്തൂർ സ്റ്റോൺ വെച്ചത്. അപ്പോൾ സിംഗിൾ ലൈനായിട്ട് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ലൈനായിട്ട് ഗ്രാസ് കൊടുക്കലാണ്. ബാംഗ്ലൂർ സ്റ്റോൺ ഹാഫ് കട്ടിന് എന്തായാലും ഗ്രാസ് വെക്കണം. അതിന് ചെറുതായിട്ടൊരു പ്രോബ്ലംസ് വരുന്നുണ്ട്. ഹാഫ് കട്ടിൻ്റെ 2 സൈഡ് ഹാഫ് കട്ടാകും, 2 സൈഡ് ബോക്സ് കട്ടുമാണ് വരിക. അപ്പോൾ ആ ഒരു പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിംഗിൾ ലൈനിൽ ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെക്കുന്നത്. അപ്പോൾ അവിടെ കുറച്ച് ഒരു 25 mm വെച്ചാൽ മതി. നല്ല വിയറ്റ്നാമിൻ്റെ ഗ്രാസ് തന്നെ വെക്കണം. ഇതാണ് താന്തൂർ സ്റ്റോൺ വെച്ചാൽ മറ്റൊരു ഭാഗം. അപ്പോൾ നമ്മൾ ഈ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റുകൾക്കൊക്കെ വളവിടലിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവിടെ നമ്മൾ സ്പേസ് വിട്ടെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കോക്കനട്ട് ഗംഗാ ബോണ്ടുണ്ട്, പിന്നെ ഞാൻ പറഞ്ഞല്ലോ മറ്റുള്ള ഫ്രൂട്ടുകളൊക്കെ അതിനകത്തുണ്ട്. ഇങ്ങനെ ഒരു കിണറിൻ്റെ അവിടെയൊക്കെ കുറച്ച് കട്ടിങ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കട്ടിങ്സൊക്കെ വരുന്ന ഏരിയയിൽ, അധികം വേസ്റ്റേജ് വരുന്ന ഏരിയയിൽ ചെറിയൊരു കോസ്റ്റ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് മുൻകൂട്ടി പറയാറുണ്ട്. ചിലപ്പോൾ നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ല. അപ്പോൾ അവരോട് പറയും കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു പ്രോബ്ലംസ് ഉണ്ട്, അതൊന്ന് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ 99% പേഴ്സണും അത് ആക്സെപ്റ്റ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ ചെറിയ അവർക്ക് തന്നെ കണ്ടാറ് നമ്മളെ പണിക്കൂലി കൂടുന്ന ഒരു സംഭവം വരാറുണ്ട്. നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം, ചില സമയങ്ങളിൽ സംഭവിക്കാം. എന്തായാലും നമ്മളുടെ വർക്കൊക്കെ അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. പുള്ളിക്ക് പെട്ടെന്ന് ഗൾഫ് പോകേണ്ട ഒരാളാവുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വർക്ക് കഴിയണം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് ഡേ നൈറ്റ് ഡ്യൂട്ടി ചെയ്തിട്ടാണ് വർക്ക് കഴിഞ്ഞത്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. നമ്മൾ ഏകദേശം വീടിൻ്റെ വർക്കും കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി ഒന്ന് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കൂ, കംപ്ലീറ്റ് ഗ്രാസ് വെച്ചും. പുള്ളി ക്ലീനിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഗ്രാസ് വെച്ച അതേ സമയത്ത് ഞാനെടുത്ത വീഡിയോ ആണിത്. അപ്പോൾ ഈ സൈഡിൽ കംപ്ലീറ്റ് ഗ്രാസ് വരുന്നുണ്ട്. അതായത് ബാംഗ്ലൂർ സ്റ്റോൺ വെച്ച ഭാഗത്താണ് നമ്മൾ സിംഗിൾ ലൈനായിട്ട് ഗ്രാസ് കൊടുത്തത്. പിന്നെ കിണറിൻ്റെ ആ ഭാഗത്തും കിണറിനോട് ചുറ്റുഭാഗം സൈഡിലൊരു 75% സൈഡും താണ്ടൂർ സ്റ്റോൺ 30 mm ആണ് വെച്ചത്. ഇപ്പോൾ രണ്ട് കളറായിട്ട് ഫീൽ ചെയ്യുന്നൊക്കെ ആളുകൾ പറയും, പക്ഷേ കുഴപ്പമൊന്നുമില്ല. നമുക്ക് വണ്ടി കയറാത്ത ഭാഗങ്ങളാണെങ്കിൽ ഏറ്റവും നല്ല അതാണ്. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാലൊന്നും മനസ്സിലാവില്ല, പക്ഷേ നമ്മൾ അടുത്ത് വന്ന് നോക്കുമ്പോൾ അറിയാം ബാംഗ്ലൂർ സ്റ്റോണ് നനയുന്ന സമയത്ത് താന്തൂർ സ്റ്റോൺ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ കളറിൽ വരുന്ന ബ്ലാക്ക് കളർ പോലെ ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ഒരു ഹാഷ് കളറായിട്ട് നോക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഏരിയ. മാനത്തമംഗലത്തുള്ളൊരു വീടാണിത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പെരിന്തൽമണ്ണ എന്നല്ല, നമ്മളെ കേരളത്തിൽ ഓരോ ജില്ലകൾക്കനുസരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് വ്യതിയാനങ്ങൾ വരുന്നത്. പിന്നെ ഇത് ഈ ഒരു ഭാഗം, ഈ ഒരു പോർഷൻ ഒരു പ്ലാന്ററി ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പുള്ളിക്ക് ആദ്യം ചെയ്യാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ഈ താണ്ടൂർ സ്റ്റോൺ വെച്ച ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ ഞാനാണ് ആ ഓപ്ഷൻ പറഞ്ഞു കൊടുത്തത്. അവിടെ ഒരു ചെറിയ തിണ്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മളൊരു 2 അടി ഹൈറ്റിൽ ചെറിയ വാൾ വെച്ചിട്ട് ഒരു ബോക്സ് കെട്ടിയിട്ട് ആ ബോക്സിനകത്ത് നമ്മൾ പ്ലാന്റുകൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ആൾക്ക് ഒഴിവിനനുസരിച്ച്, എനിക്ക് ഒഴിവിനനുസരിച്ച് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് പോട്ടുകളിൽ കുറച്ചൊരു സൈപ്രസ് ഗോൾഡ്, അതുപോലെ ഒരു ബോഗൺവില്ല്,
അതുപോലെ ഒരു മുസാണ്ടൊക്കെ നമ്മൾ തന്നെ സെറ്റ് കൊടുത്തിരുന്നവർക്ക് അത് മാത്രം വലിയ കൂടുതലായിട്ട് ഭാഗങ്ങൾ ചെടികൾ വെച്ച് നശിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് നല്ല ഏരിയ വളരെ മനോഹരമാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിന് ഉടമസ്ഥനായ ഫൈസൽ. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഫോട്ടോസൊക്കെ അദ്ദേഹം തന്നെ എനിക്ക് വിട്ടു തന്നിരുന്നു. വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു.